നമുക്ക് ആരുണ്ട് ഈ ലോകത്ത് എന്ന് ചിന്തിച്ച് വിഷമിക്കാതെ നമ്മെ വിശ്വസിച്ചു ആരൊക്കെയുണ്ട് എന്ന് ചിന്തിച്ചാൽ ജീവിതം അർത്ഥമുള്ളതാകും. ജീവിതം സുന്ദരമാണ്. അത് പക്ഷേ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചാണ് എന്ന് മാത്രം. എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു പളുങ്കു പാത്രമാണ് ജീവിതം. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളവർക്ക് പരാജയങ്ങളെ ഭയപ്പെടേണ്ടതില്ല, ഒപ്പം പ്രതിസന്ധികളെയും. ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക. പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവരെ കൂടെ കൂട്ടാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിലായിരിക്കും. ചില സമയങ്ങളിൽ പലതും ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ പാത കൂടുതൽ ദുഷ്കരം ആകുന്തോറും നിങ്ങളുടെ വിജയത്തിൻ്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലതാഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്കും വന്നു ചേരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ആരെയെങ്കിലും സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക. നമുക്ക് ഒരാവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കാനായി ഒരാളെയെങ്കിലും ദൈവം ഒരുക്കുമെന്ന് ഉറപ്പാണ്. ഏത് പ്രതിസന്ധികളിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. കർമ്മത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ ജീവിത വഴികളിലെ വെളിച്ചമാകുന്നവർ. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും സ്നേഹം സൗജന്യമായി ലഭിക്കും. യൗവനത്തിൽ അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ടതായി വരുന്നു. എന്നാൽ വാർദ്ധക്യത്തിൽ അതിനായി യാചിക്കേണ്ടി വരും. നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം സംസാരിക്കാൻ തുടങ്ങുക. എങ്കിൽ നിങ്ങൾക്ക് ഒരിടത്തും അപമാനപ്പെടേണ്ടി വരില്ല. ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകളിൽ സംയമനം ആവശ്യമാണ്. ദേഷ്യം അല്പം കഴിഞ്ഞാൽ ഇല്ലാതാകും. പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ എന്നും അസ്വസ്ഥത പടർത്തിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് കൂടെ നിന്നവരിൽ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നത് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നേടാൻ ശ്രമിക്കുക. ഈ ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധത ബോധിപ്പിക്കുവാനുള്ളത് സ്വന്തം മനസ്സാക്ഷിയോട് മാത്രമാണ്. ചിലർ വിശ്വസിച്ചവരെ കൈവിട്ട് കളയുന്നു. ചിലർ വിട്ടുപോയവരെ ഓർത്ത് വേദനിച്ചു കഴിയുന്നു. ഇത് രണ്ടും ജീവിതം നശിപ്പിക്കുന്ന കാര്യമാണ്. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ട് എന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു. ഏത് സാഹചര്യത്തിലും സ്വന്തമായി വഴികൾ തുറന്ന് ജീവിക്കാൻ നാം പരിശ്രമിക്കണം. ഏത് അവസ്ഥയോടും പടപൊരുതാനും ശീലിക്കണം. നിങ്ങൾ പരിശ്രമിച്ചിട്ട് തോറ്റാൽ അത് നിങ്ങളുടെ തെറ്റല്ല. എന്നാൽ പരിശ്രമം ഇല്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. നമ്മളെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. മെഴുകുതിരി പോലെ മറ്റാർക്കും വേണ്ടി എരിഞ്ഞു തീരാതിരിക്കുക. പ്രകാശം നൽകുന്ന സമയം മാത്രമേ നമുക്ക് വിലയുണ്ടാവുകയുള്ളൂ.